ഞാൻ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആവുക എന്നുള്ളത്, അല്ലെങ്കിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആലോചിച്ചത് ഫുള്ളും എന്ത് കോണ്ടൻ്റ് ആയിരിക്കും ഞാൻ ഇടേണ്ടത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യേണ്ടതെന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ഡൗട്ട്. പക്ഷേ അതിനൊരു ഉത്തരമാണ് ഇന്നത്തെ ഈ വ്ളോഗ്, എൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ വ്ളോഗ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ കറങ്ങാൻ പോകുന്നതും ഇതൊക്കെ വീഡിയോ എടുത്ത് നമ്മൾ ഇടുന്നുണ്ട്, അത് വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട്, എവിടെ പോകുന്നത്, ആരുടെ കൂടെയാണ് പോകുന്നത്, എന്താ ചെയ്യുന്നതെന്നുള്ളത്. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഓരോ ട്രാവൽ വീഡിയോയിലും അല്ലെങ്കിൽ ഓരോ വീഡിയോസിലും ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ളതായിരുന്നു. സോ ഇൻ ദിസ് വീഡിയോ ഞാൻ എന്നെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇനി വരുന്ന വീഡിയോസിൽ എന്ത് തരം കണ്ടൻ്റാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആസ് എ HR എന്നിൽ നിന്ന് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 by 1 ഓരോ ദിവസവും ഞാൻ ആ ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ഹിയർ കംസ് ടു ദ പോയിന്റ്. എൻ്റെ പേര് സുനി എസ് പൗലോസ്. ഞാൻ ഇപ്പോൾ ഒരു ലീഡ് HR ആയിട്ട് ഒരു MNC കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുവാണ്. എൻ്റെ 5 years ഓഫ് ജേണിയാണ് എൻ്റെ കോർപ്പറേറ്റ് വേൾഡ് എന്ന് പറയുന്നത് സോ ഫാർ. HR തന്നെ റിക്രൂട്ട്മെൻറ്റാണ് മെയിനായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതെൻ്റെ ഫസ്റ്റ് ഓർഗനൈസേഷനാണ്. എൻ്റെ MBA കഴിഞ്ഞ് MBA HR ആൻഡ് ഫിനാൻസ് ആണ് ഞാൻ ആക്ച്വലി എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഞാൻ ഈ ഒരു ഓർഗനൈസേഷനിൽ ഇൻറ്റേൺഷിപ്പായിട്ടാണ് ജോയിൻ ചെയ്തത്. ദെൻ ഒരു പെർട്ടിക്കുലർലി 4-6 months കഴിഞ്ഞപ്പോഴത്തേക്കും ഓപ്പർച്യൂണിറ്റി വന്നു, ഓൺ റോളിലേക്ക് ഞാൻ ചേഞ്ച് ആവുമായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ HR കരിയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. പറയുകയാണെങ്കിൽ HR ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്, പക്ഷേ കണ്ടുപിടിക്കാനും ജോലി കിട്ടാനൊക്കെ കുറച്ച് പാടായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് നമ്മൾ ബിഗിൻ ചെയ്യാനുള്ളൊരു പ്രോബ്ലം എപ്പോഴും ഉണ്ടാവും. ഒരു കോർപ്പറേറ്റിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിലാണെങ്കിലും HR എന്നുള്ളൊരു കരിയർ ബിഗിൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ബട്ട് വൺസ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറി പോകാൻ പറ്റും. ഡിഫറെൻറ്റ് ഓർഗനൈസേഷനിലാണെങ്കിലും സെയിം ഓർഗനൈസേഷനിലാണെങ്കിലും നല്ല കരിയർ ഗ്രോത്തോടു കൂടി തന്നെ നമുക്ക് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ഏരിയ കൂടിയാണ് HR എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും HR ആസ്പിറേഷൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ജോലി, അതായത് ഒരു ഇൻറ്റേൺ ആയിട്ടാണെങ്കിലും ഒരു ട്രെയിനി ആയിട്ടാണെങ്കിലും കിട്ടുന്ന സ്ഥലത്ത് ജോയിൻ ചെയ്യുക. ദെൻ അതിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യവും ഞാൻ കണ്ടു മനസ്സിലാക്കിയൊരു കാര്യവും. ഡയറക്റ്റായിട്ടൊരു വലിയ പൊസിഷൻ കിട്ടും എന്നൊരിക്കലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ വൺ മോർ തിങ് എന്ന് പറയുന്നത് HR ഒരിക്കലൊരു സാലറി ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് പ്യുവർലി ഒരു പ്രൊഫഷൻ, പാഷൻ, പീപ്പിൾ മാനേജ്മെൻറ്റ് അങ്ങനത്തുള്ളൊരു ഏരിയ ആയിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഫോർ മോർ ടോപ്പിക് കമൻറ്റ് ബിലോ.